എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സീട്രിറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫ് ജെനിസൺ. സാൻഡ്വിച്ചുകളായും പ്രധാന ഭക്ഷ്യവിഭവങ്ങൾക്കൊപ്പവും സൂപ്പുകൾക്കൊപ്പവും വിളമ്പാവുന്നവയാണ് ബ്രെഡ് റോളുകൾ. അത്തരത്തിൽ വ്യത്യസ്തമായ നല്ലൊരു ബ്രെഡ് റോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. മൈദ 250 ഗ്രാം, ആക്ടിവേറ്റഡ് ഡ്രൈ ഈസ്റ്റ് 4 ഗ്രാം, പഞ്ചസാര 55 ഗ്രാം, ഉപ്പ് 3 ഗ്രാം, ബട്ടർ 13 ഗ്രാം, വാനില പൗഡർ 5 ഗ്രാം, പാൽപ്പൊടി 10 ഗ്രാം. വെള്ളം മൈദയുടെ കടുപ്പമനുസരിച്ച് 125 മുതൽ 130 ഗ്രാം വരെ. ആദ്യമായി വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് മൈദ അളന്നെടുക്കുക. ഇതിലേക്ക് ഈസ്റ്റ്, പഞ്ചസാര, ഉപ്പ്, ബട്ടർ, വാനില പൗഡർ, പാൽപ്പൊടി എന്നിവ ചേർക്കുക. തുടർന്ന് അളന്നെടുത്തിരിക്കുന്ന വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. മാവ് നന്നായി കുഴച്ചെടുക്കുന്നതിനായി പാത്രത്തിൽ മാവ് ഒന്നായതിനു ശേഷം വർക്ക് ടേബിളിലേക്ക് മാറ്റി നന്നായി കുഴയ്ക്കാവുന്നതാണ്. നല്ല വലിച്ചിൽ വരുന്നത് വരെ മാവിനെ കുഴച്ചെടുക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കുന്നതിനായി ബ്രെഡ് തയ്യാറാക്കുന്നതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് പരുവത്തിലെത്തിയ മാവിനെ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി ഉരുട്ടിയെടുക്കുക. ഈ മാവിനെ 25 മിനിറ്റ് സമയം മൂടി വെച്ച് വിശ്രമം അനുവദിക്കുക. പിന്നീട് ഈ മാവിനെ കൈകൾ കൊണ്ട് അമർത്തി വായുകുമിളകൾ കളഞ്ഞ് നീളത്തിൽ റോൾ ചെയ്തെടുക്കുക. ശേഷം നിശ്ചിത തൂക്കത്തിൽ മുറിച്ചെടുക്കുക. ഇവിടെ 45 ഗ്രാം തൂക്കത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത് സാൻഡ്വിച്ചുകൾക്ക് ഉപയോഗിക്കുന്നതിനായി 65 ഗ്രാം വരെ എടുക്കാവുന്നതാണ്. മുറിച്ചെടുത്തിരിക്കുന്ന ഈ മാവിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഉപരിതലം പൊട്ടലുകൾ ഇല്ലാതെ മിനുസമാർന്ന രീതിയിൽ ഉരുട്ടിയെടുക്കുക. തുടർന്ന് ഈ ഉരുളകളെ വ്യത്യസ്തമായ ആകൃതിയിൽ ചുറ്റിയെടുക്കേണ്ടതാണ്. അതിനായി ഒന്നാമത്തെ രീതിയിൽ മാവിനെ നീളത്തിൽ റോൾ ചെയ്തെടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നടുക്കുനിന്നും ഇരുവശങ്ങളിലേക്കും എന്ന രീതിയിൽ വേണം റോൾ ചെയ്യുവാൻ. ഇത്തരത്തിൽ റോൾ ചെയ്തെടുത്തിരിക്കുന്ന ഇവയുടെ ഓരോ വശവും ഓരോ കെട്ടുവീതം കൊടുക്കുക. അടുത്തതായി മറ്റൊരു ഉരുളയെ നീളത്തിൽ റോൾ ചെയ്ത ശേഷം ഒരു ഭാഗം വലുതും മറുഭാഗം ചെറുതും എന്ന രീതിയിൽ മുറിക്കുക. തുടർന്ന് വലിയതിനു മുകളിൽ ചെറുത് ടി ആകൃതിയിൽ വച്ച് മെടഞ്ഞെടുക്കുക. ഇനി മറ്റൊരു രീതിയിൽ റോൾ ചെയ്യുന്നത് നോക്കാം. അതിനായി റോൾ ചെയ്ത ശേഷം നടുകെ മടക്കി ഒരുമിച്ച് ചുറ്റിയെടുക്കുക. വേറൊരാകൃതി കൂടി മനസ്സിലാക്കുന്നതിനായി റോൾ ചെയ്ത മാവിനെ നടുകെ മടക്കി തമ്മിൽ പിരിച്ച് വൃത്താകൃതിയിൽ ചേർത്ത് ഒട്ടിക്കുക. പിന്നീട് തയ്യാറാക്കിയ ഇവയെ അല്പം ബട്ടർ തടവിയ ബേക്കിംഗ് ട്രേയിൽ നിശ്ചിത അകലത്തിൽ നിരത്തുക.
തുടർന്ന് ഇവയ്ക്ക് മുകളിൽ അല്പം വെള്ളം തളിച്ച ശേഷം 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ പൊങ്ങാൻ അനുവദിക്കും. ഇതേ സമയം ഒരു മുട്ട അല്പം വെള്ളം ചേർത്ത് നേർപ്പിച്ച് ബണ്ണിൽ പുരട്ടാനുള്ള മിശ്രിതം തയ്യാറാക്കാവുന്നതാണ്. ഇതിന് എഗ് വാഷ് എന്നാണ് പറയുന്നത്. മുട്ട ഉപയോഗിക്കാത്തവർക്കായി അല്പം പാൽ തടവിയാലും മതിയാകും. ഇതിനുശേഷം മുകളിൽ അല്പം എള്ള് വിതറാവുന്നതാണ്. പിന്നീട് 185 ഡിഗ്രി സെൽഷ്യസിൽ ഓവനെ 1 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഈ ഓവനിൽ 20 അല്ലെങ്കിൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. ബേക്കിങ്ങിന് ശേഷം ഇരുവശവും നന്നായി ചൂടാറിയ ശേഷം വായു കടക്കാത്ത ടിന്നുകളിൽ സൂക്ഷിച്ച് 7 ദിവസം വരെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ മയമുള്ളതും രുചികരവുമായ നല്ലൊരു ബ്രെഡ് റോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.